ISRO ചാരക്കേസിൽ കുറ്റക്കാരായ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം സുപ്രീംകോടതി തേടി. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ നടപടിക്ക് വിധേയരാകാതെ വിരമിക്കാൻ അനുവദിച്ചതിൽ സുപ്രീംകോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. സിബി മാത്യൂസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നമ്പിനാരായണൻ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി നോട്ടീസ്. ISRO ചാരക്കേസിൽ സിബി മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ തെറ്റാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും CBI ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ 15 വർഷത്തെ കാലപ്പഴക്കമുള്ള കേസായതിനാൽ നടപടിയെടുക്കാനാകില്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട്. സർക്കാരിന്റെ ഈ നിലപാട് നീതീകരിക്കാനാകില്ലെന്ന് നമ്പിനാരായണന് വേണ്ടി ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ഗിരി ചൂണ്ടിക്കാട്ടി. ഈ വാദത്തോട് യോജിച്ച ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, PC പന്ത് എന്നിവരടങ്ങിയ ബെഞ്ച് കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കാതെ വിരമിക്കാൻ അനുവദിച്ചതിനെയും വിമർശിച്ചു. പോലീസ് അതിക്രമത്തിന്റെ ഉദാഹരണമാണ് ഈ കേസെന്നും സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചു. പോലീസ് അട്രാസിറ്റീസ് ഇങ്ങനെ അൺചെക്ഡായിട്ട് പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ലോങ് റോപ്പ്. പിന്നെ ഇവിടെ അതിനൊരു ഈവിൾ സൈഡ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ കോടതി അത് മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പുറമെ സിബി മാത്യൂസ് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. B. ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി.